മാർച്ച് 2021 HSA ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. 1.5 വർഷത്തോളം നീണ്ടു നിന്നൊരു കോഴ്സായിരുന്നു HSA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കൊറോണ ടൈമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഈ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ടാണ് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HSA ഇംഗ്ലീഷ് കോഴ്സ്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ സാധിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതിൽ 9 മെയിൻ ടോപ്പിക്സും 18 ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇനി വേറൊരു ബുക്കിൽ പോലും. വെൽക്കം ടു എൻട്രി ആപ്പ്. എൻ്റെ പേര് മീര. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് HSA ഇംഗ്ലീഷിൻ്റെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഹൈലൈറ്റ്സുമാണ്. ഈ ഒരു കോഴ്സ് എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ അടുത്തറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് HSAയുടെ ആ ഒരു ആപ്പിലെ ക്ലാസ്സസിൻ്റെ പിക്ചറാണ്. അതായത് ലാസ്റ്റ് HSA മോഡ്യൂൾ വൈസ് നമ്മൾ വളരെ വൃത്തിയായിട്ട് ക്ലാസ്സുകളൊക്കെ കൊടുത്തിരുന്നു. എല്ലാവർക്കും നന്നായിട്ട് ക്ലാസ്സസ് യൂസ്ഫുൾ ആകുകയും 1, 2, 3 അതുപോലെ തന്നെ മറ്റു റാങ്കുകളും നമ്മൾക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ് അന്ന് മാർച്ച് 2021 HSA ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. 1.5 വർഷത്തോളം നീണ്ടു നിന്നൊരു കോഴ്സായിരുന്നു HSA ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. കൊറോണ ടൈമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ടെക്നിക്കൽ ലിമിറ്റേഷൻസിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ വീട്ടിലിരുന്നൊക്കെ ക്ലാസ് ചെയ്ത് നമ്മൾ കൊടുത്തിരുന്നു. കൂടാതെ മിനിമം റിസോഴ്സസ് വെച്ച് മാക്സിമം പ്രൊഡക്റ്റീവ് ക്ലാസ്സസ് ആണ് അന്ന് ടീച്ചേഴ്സ് എല്ലാവരും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സബ്ജക്റ്റ് എക്സ്പേർട്സ് തന്നെയായിരുന്നു അന്നും ക്ലാസ്സുകൾ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവിടെ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിലൂടെ റാങ്ക് നേടിയവരും ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും മാക്സിമം അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും HSA ഇംഗ്ലീഷ് കോഴ്സ് 2021. അവിടെയും മോഡ്യൂൾ വൈസ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, അതുപോലെ വെബിനാർസ്, മോഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഗോൾഡ് ബാച്ച് പ്ലസ് ഡെയിലി മോട്ടിവേഷൻ ഒക്കെ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് നമ്മൾ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. ആ ഒരു കൊറോണ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. കൊറോണ സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ മാറിയിരിക്കുന്നു. കൂടാതെ ഈ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടുകൊണ്ടാണ് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HSA ഇംഗ്ലീഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഒരു ടോട്ടൽ ചേഞ്ച് തന്നെയാണ് കാണാൻ സാധിക്കുക. അതായത് പഴയ ഒരു ക്ലാസ്സും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. എല്ലാം ന്യൂ ക്ലാസ്സസ് ആണ് എന്ന് ഓർത്തിരിക്കുക. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള HSA ഇംഗ്ലീഷ് കോഴ്സ് ലോഞ്ചാണ് മെയ് 30 നടക്കാനായിട്ട് പോകുന്നത്. കൂടാതെ 150 ഡേയ്സിൻ്റെ പ്രീമിയം ലിറ്റററി എക്സ്പീരിയൻസ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്തുക. ഇവിടെ സിലബസിലെ ഓരോ ടോപ്പിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ക്രിയേറ്റീവായിട്ടും ഇന്നൊവേറ്റീവായിട്ടും ട്രെൻഡ്, അതായത് നമ്മുടെ PSCയുടെ പാറ്റേൺ എന്താണോ അത് ഫോളോ ചെയ്തുകൊണ്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുമാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 6 എക്സ്പേർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങളുടെ മുന്നിലോട്ട് HSA കോഴ്സിലൂടെ വരുന്നത്. ഈ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഏറ്റവും നല്ല ക്ലാസ്സസ് ആണ് HSA ഇംഗ്ലീഷ് ന്യൂ കോഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഹൈലൈറ്റ്സ് ഓഫ് ദി ന്യൂ HSA ഇംഗ്ലീഷ് കോഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫുൾ ന്യൂ ക്ലാസ്സസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആദ്യം ഒരു PYQ ഉണ്ടായിരിക്കും, അതായത് ചെക്ക് യുവർ നോളജ്. കൂടാതെ നോ ദി എക്സാം എന്ന് പറയുന്നത്, അതായത് നോ ദി പാറ്റേൺ, എന്താണ് പാറ്റേൺ അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാം വരിക, ഏതൊക്കെ ഏരിയാസാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ടൊരു PYQ ക്ലാസ് ഉണ്ടാവും. അതുപോലെ ഈ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹോട്ട് ടോപ്പിക്സും നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ഹോട്ട് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് ഡിസ്കഷൻ ഉണ്ടാകും. കൂടാതെ 150 ഡേയ്സിൽ 5 സ്റ്റേജസ് ആയിട്ട് സെൽഫ് അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു അവസരം കിട്ടും. അതായത് 30 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമാണ് എൻട്രി ടെക്സ്റ്റ്, അതായത് മോക്ക് ടെസ്റ്റിലൂടെയും പ്രാക്ടീസ് സെഷൻസിലൂടെയും ഒക്കെ ഒരുക്കുന്നത് എന്നോർക്കുക. സെൽഫ് ഇവാലുവേഷൻ, ഇപ്പോൾ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടാകും. കൂടാതെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്പെഷ്യൽ സപ്പോർട്ട് ഫോർ ഡിഫിക്കൽട്ട് ഏരിയാസ്, അതായത് നമ്മളുടെ ഫോണറ്റിക്സ് ആയാലും ലിംഗ്വിസ്റ്റിക്സ് ആയാലും ലിറ്റററി ക്രിറ്റിസിസം, ഈ ഏരിയാസിനൊക്കെ സ്പെഷ്യൽ സപ്പോർട്ടും മെൻറ്റേഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.
ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ബിഗിനർ പ്ലസ് അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ളൊരു കോഴ്സാണ്. അതായത് ഇപ്പോൾ വരുന്ന കുട്ടികൾക്കും നേരത്തെ ഈ HSA എക്സാം എഴുതിയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും ഇപ്പോൾ പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികളെയും ബേസ് ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. കൂടാതെ സിലബസ് ഇനി ചേഞ്ച് ആകുക എന്നൊരു സംശയം എല്ലാവരിലും സ്വാഭാവികമായിട്ടുണ്ടാവാം. പക്ഷേ സ്റ്റാറ്റിക് ടോപ്പിക്സ് വോണ്ട് ചേഞ്ച് എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഗ്രാമർ 20 മാർക്കിൻ്റെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സാമിന് ലഭിക്കുക. ഈ ഗ്രാമർ രഞ്ജിത്ത് ആർ.കെ. സാറാണ് ഡീൽ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. HSA ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതിലൊരു ചേഞ്ചും വരാൻ സാധ്യതയില്ല. അതുപോലെ ലിറ്റററി ക്രിറ്റിസിസത്തിൽ ചേഞ്ച് വരാൻ സാധ്യതയില്ല. ലിംഗ്വിസ്റ്റിക്സ് എന്ന ഏരിയയിലും ചേഞ്ച് വരാനായിട്ടുള്ള സാധ്യതയില്ല. ടീച്ചിങ് മെത്തഡോളജി കൂടാതെ പാർട്ട് എയും ചേഞ്ച് ആവാനായിട്ട് സാധ്യതയില്ല. പിന്നെ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ലിറ്ററേച്ചർ എന്ന ഏരിയയിലാണ്. ആ ലിറ്ററേച്ചറിൽ മേജർ ടോപ്പിക്സ് ഒന്നും ചേഞ്ച് ആവാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ ചില ടോപ്പിക്സൊക്കെ ചേഞ്ച് വരാം. അതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ സജ്ജമാണ് എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ മാറ്റിവെക്കുക. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ കൊണ്ട് നമുക്കൊന്നും നേടാനായിട്ട് സാധ്യമല്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സ്റ്റഡി പാറ്റേൺ നിങ്ങൾക്ക് അത്യാവശ്യമാണ്. അതിന് സെൽഫ് സ്റ്റഡീനേക്കാളും എപ്പോഴും ഒരു ആപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഒരു ലോങ് ടേം പ്രിപ്പറേഷനിലൂടെ മാത്രമാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാനും ഒക്കെ സാധ്യമാകുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാകും. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ പ്രൊഡക്റ്റീവായിരിക്കും. എക്സാമിന് ഇത്രയും സ്ട്രെസ് എടുക്കേണ്ടി വരില്ല. കൂടാതെ വർക്കൊക്കെ വായിക്കാനായിട്ടുള്ള ടൈമുണ്ട്. ക്ലാസ്സസ് കറക്റ്റായിട്ട് റിലാക്സ്ഡ് ആയിട്ട് വായിച്ചെടുക്കാം, കണ്ടു തീർക്കാം. അതുപോലെ MCQs ഒക്കെ ആപ്പിലുള്ള ഫീച്ചേഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. നോട്ട്സ് തന്നെ പ്രിപ്പയർ ചെയ്യാം. കൂടാതെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ എക്സ്ട്രാ ആഡ് ഓൺസും അതിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെൽഫ് സ്റ്റഡി പ്ലസ് എൻട്രി ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും HSA ഇംഗ്ലീഷ് എന്ന ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ സാധിക്കുന്നു. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മെൻറ്റർ സപ്പോർട്ട് കിട്ടുന്നു. ഡൗട്ട് ക്ലിയറൻസിന് അവസരം ഒരുങ്ങുന്നു. ടൈം സേവിങ് ആണ്. ഇതിനൊന്നും നിങ്ങൾ എങ്ങും പോകേണ്ടി വരുന്നില്ല. നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ മെൻറ്ററിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ടൈം സേവിങ് ആണ്. റിവിഷൻ ചെയ്യാനുള്ള അവസരം, മോട്ടിവേഷൻ, ഇതൊന്നും സെൽഫ് സ്റ്റഡിയിൽ പോസിബിൾ അല്ല. അപ്പോൾ സെൽഫ് സ്റ്റഡി പ്ലസ് ഒരു ആപ്പ് ആണെങ്കിൽ എൻട്രി ആപ്പ് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മൾ ഒരു റാങ്ക് ഫയലിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും കൂടുതലൊന്നും പുറത്തു നിന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എൻട്രി ആപ്പിലെ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. 30 മോക്ക് ടെസ്റ്റാണ് എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് പ്രിപ്പയർ ചെയ്ത ടെസ്റ്റ് പേപ്പേഴ്സാണ് നിങ്ങൾക്ക് കിട്ടുക. കൂടാതെ നിങ്ങളുടെ റാങ്ക് ഈ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റി HSA ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നു. കൂടാതെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ മൈനർ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. മേജർ ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കുക. ഇനി ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഇയേഴ്സൊക്കെ ഓർത്തിരിക്കാനുള്ള നിമോണിക്സ് ടെക്നിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു മാസ് എൻട്രി സ്റ്റഡി പ്ലാൻ കൂടി നിങ്ങൾക്ക് എൻട്രി ആപ്പിലൂടെ ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകുന്നതാണ്. ഫുൾ ലെങ്ത് സപ്പോർട്ടാണ് എൻട്രി ആപ്പ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്റ്റഡി വെൽ എന്നതാണ്. ഇനി ഞാൻ ഈ ഒരു കോഴ്സിൽ എടുക്കുന്ന ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് പോയട്രി സെക്ഷനിൽ നിന്നും സോണറ്റ് 121, എ വാലഡിക്ഷൻ ഫോർ ബിഡിങ് മോർണിംഗ്, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്, ടു എ സ്കൈലാർക്ക്, ഓഡ് ഓൺ എ ഗ്രേഷ്യൻ ഏൺ, മൈ ലാസ്റ്റ് ഡച്ചസ്, ഡവർ ബീച്ച്, എ പ്രെയർ ഫോർ മൈ ഡോട്ടർ,
Where the Mind is Without Fear, Night of the Scorpion, An Introduction, Home Burial, Because I Could Not Stop for Death, Aboriginal Australia. അപ്പോൾ മോഡ്യൂൾ പോയിട്രി എന്ന മോഡ്യൂളിൽ നിന്നും 15 ടോപ്പിക്സ്, അതുപോലെ മോഡ്യൂൾ ഡ്രാമയിൽ നിന്ന് 4 ടോപ്പിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്, ഡോൾസ് ഹൗസ്, കൂടാതെ വെയിറ്റിംഗ് ഫോർ ഗോദോ, ഗ്ലാസ് മെനേജറി ഒക്കെ എടുക്കുന്നുണ്ട്. ഇനി മോഡ്യൂൾ 3 വരുമ്പോൾ 6 ടോപ്പിക്സ് ഓഫ് സ്റ്റഡീസ് ഓൺ ദി റൂൾ, ഓൺ ടോളറൻസ്, ഹ്യൂമാനിറ്റീസ് വേഴ്സസ് സയൻസ്, വുദറിങ് ഹൈറ്റ്സ്, ബ്ലൂ വെസ്റ്റ് ഐ എടുക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ലിറ്റററി ക്രിറ്റിസിസത്തിലെ 9 മെയിൻ ടോപ്പിക്സ്, ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അതിൽ 9 മെയിൻ ടോപ്പിക്സും 18 ടേംസ് ആൻഡ് മൂവ്മെൻറ്റ്സ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇനി വേറൊരു ബുക്കിൽ പോലും നോക്കി നിങ്ങൾ ഇതിൻ്റെയൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടതില്ല. മാക്സിമം പോയിൻറ്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്നതാണ്. കൂടാതെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് മെത്തഡോളജി എന്ന് പറയുന്ന മോഡ്യൂൾ 8 കംപ്ലീറ്റ് ടോപ്പിക്സ് ഞാനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഏരിയ ഈ ഒരു ഇതിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് കിട്ടും. ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ക്ലാസ്സസ് നമ്മളുടെ ആദ്യം തന്നെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് ആയിരിക്കും. പിന്നീട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് എക്സ്പ്ലനേഷൻ ഉണ്ടാകും. തീംസ് ആൻഡ് സിമ്പിൾസ്, പോയറ്റിക് ഡിവൈസസ് എക്സ്പ്ലെയിൻ ചെയ്യും. PYQs, പ്രാക്ടീസ് MCQs, ടിപ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. മാക്സിമം പോയിൻറ്റ്സ് ക്ലാസ്സുകളിലൂടെ കവർ ചെയ്യുകയും ചെയ്യും. ക്രിസ്പി ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. കൂടാതെ ലൈവ് സെഷൻസ്, ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് അവൈലബിൾ ആണ്. ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അവൈലബിൾ ആണ്. മെൻറ്റർ സപ്പോർട്ടും മോട്ടിവേഷനും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭ്യമാകുന്നു. സ്ട്രെസ് ഫ്രീ എക്സാം പ്രിപ്പറേഷനാണ് ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് HSA ഇംഗ്ലീഷ് 2025 എന്ന കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇനി സമയം കളയേണ്ട, മാക്സിമം എത്രയും നേരത്തെ തന്നെ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, പഠനം ആരംഭിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.